കൈയടിക്കുന്നത് കണ്ടപ്പോ ഇതൊക്കെ സംസാരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു ഇമോഷണലി കണക്ട് ആവുന്നൊരു ഇതാണ് സംവിധായകൻ എന്താണ് അഭിപ്രായം പറയില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ പുരുഷന്മാരും കുറച്ച് വിഷമിക്കുന്നുണ്ട്. ആ ഒരു വർഗത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റിയ സന്തോഷം. എന്താണ് ഇങ്ങനെ ഒരു പടം ചൂസ് ചെയ്യാൻ കാരണം? എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ എല്ലാവരും നമ്മളെ സിനിമ എഴുതുന്നതും കഥകൾ കാണുന്നവർക്ക് ആ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പൊ അതായിരിക്കാം അല്ല, ഞങ്ങൾക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയാം കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് സത്യമായിരുന്നു. എന്താ പറയുക, നമ്മളത് സന്തോഷം. എല്ലാവരും കാണുക, എല്ലാവരിലേക്കും അറിയിക്കുക. ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ് മോനാണോ ആസിഫ് അലി? ഏറ്റവും ഫേവറേറ്റ് മോനാണോ ആസിഫ് അലി? എല്ലാവരും ഫേവറേറ്റ്സ് തന്നെ. പക്ഷെ ആസിഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എത്രയായാലും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും കാണണം. സ്ത്രീയും പുരുഷനും ഫാമിലിക്ക് ഏറ്റവും പറ്റിയ സിനിമ. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തരുന്നൊരു സിനിമ. ആവേശം കൊണ്ടുണ്ടായതാണ് ഇത്. ആവേശത്തിന് ശേഷം ആദ്യം വന്ന സിനിമയാണ് എനിക്ക്. ഞാൻ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അയം ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിലാഷം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അഭിനയിച്ചിട്ട് സ്വന്തം സ്റ്റേജ് സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വക്കീലായിട്ട് ആദ്യമായിട്ടാണോ? ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? എല്ലാവരും ഫാമിലിയായിട്ട് കാണാം. മലയാളത്തിൽ ആദ്യമായിട്ടാണ് നല്ലൊരു ഷെയ്ഡ്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ ഫാമിലിയോടും കാര്യം. അപ്പം എല്ലാവരും ഓഡിയൻസ് കണ്ട് ബാക്കി റിസൾട്ട് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഭാഗം ശരിക്കും കാണിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരും ഇരയാവുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ഫിലിമിലൂടെ പുറത്ത് കാണിക്കുമ്പോൾ സന്തോഷം. ഈക്വാലിറ്റി ആണല്ലോ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല സ്ത്രീകളും നല്ല പുരുഷന്മാരും അതൊരു കാറ്റഗറിയാണ്. മോശം സ്ത്രീകളും മോശം പുരുഷന്മാരോടൊപ്പം ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സിനിമ സഹായിക്കുന്നു വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മാക്സിമം നമുക്ക് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്പേസ് തരും. അപ്പോൾ അതൊരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ലക്കായിരുന്നു. അത് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് പുള്ളി നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.